നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്പീക്കർ സിസ്റ്റത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, വലിയ പരിപാടികളിൽ പലതരത്തിലുള്ള സ്പീക്കർ സിസ്റ്റംസാണ് ഉപയോഗിക്കുന്നത്. മുകളിൽ നിന്നും താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്ന ലൈൻ അരേകൾ, അതേപോലെ ഏറ്റവും താഴെയായി വെച്ചിരിക്കുന്ന ബേസ് ബോക്സുകൾ, ഇങ്ങനെ പിന്നെ സ്ക്വയർ ബോക്സുകൾ. നമ്മൾ ചില ഉത്സവപ്പറമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ബോക്സുകൾ കാണാം. 4 സ്പീക്കറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ക്വയർ ബോക്സുകൾ. ഇങ്ങനെ പലതരത്തിലുള്ള സ്പീക്കർ സിസ്റ്റംസ് നമുക്ക് ഒരു പരിപാടിയിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സ്പീക്കർ സിസ്റ്റത്തിനെ എല്ലാം തന്നെ നമ്മൾ 2 കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ആക്റ്റീവ് സ്പീക്കർ എന്നും 2 പാസീവ് സ്പീക്കർ എന്നും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ആക്റ്റീവ് സ്പീക്കർ എന്താണ്, പാസീവ് സ്പീക്കർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. ആക്റ്റീവ് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സിനകത്ത് ഒരു സ്പീക്കർ സിസ്റ്റം ഉണ്ടെന്ന് വെക്കുക. അതിന് പവർ കൊടുക്കുവാനായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ആംപ്ലിഫയർ ഫിക്സ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആക്റ്റീവ് സ്പീക്കർ എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മുടെ ഡൈനാടെക്കിൻ്റെയൊക്കെ മോണിറ്റർ സ്പീക്കറുകളൊക്കെ തന്നെ ആക്റ്റീവ് സ്പീക്കറിലെ പവേർഡ് സ്പീക്കറുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ആംപ്ലിഫയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് സിഗ്നൽ കൊടുക്കുക മാത്രം ചെയ്താൽ മതി, അത് വർക്ക് ചെയ്യും. പക്ഷെ പാസീവ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അതിനകത്ത് ഒരു സ്പീക്കർ സിസ്റ്റം ഉണ്ടാവും, പക്ഷേ ആംപ്ലിഫയർ ഉണ്ടാകില്ല. ആംപ്ലിഫയർ നമ്മൾ എക്സ്റ്റേണലി ഡ്രൈവ് ചെയ്യേണ്ടി വരും. പുറത്തു നിന്നുള്ളൊരു ആംപ്ലിഫയറിൽ നിന്നുള്ള സിഗ്നൽ അതിനകത്തേക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ സ്പീക്കറിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആക്റ്റീവ് സ്പീക്കറുകൾ തന്നെ മോണിറ്റർ ടൈപ്പ് സ്പീക്കറുകളുണ്ട്, അതുപോലെ ലൈൻ അരേകളുണ്ട്, സബ് വൂഫേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഇൻബിൽറ്റ് ആംപ്ലിഫയർ വരുന്ന ടൈപ്പും ഉണ്ട്, അതേപോലെ തന്നെ ആംപ്ലിഫയർ വരാത്ത തരത്തിലുള്ള സ്പീക്കർ സിസ്റ്റംസും ഉണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്പീക്കറിനല്ല ഇവിടെ പ്രത്യേകത, അതിനകത്തേക്ക് കൊടുക്കുന്ന ആംപ്ലിഫയറിനാണ് പ്രത്യേകത. അത് എക്സ്റ്റേണൽ ആണോ അതോ ഇൻറ്റേർണൽ ആണോ എന്നതിനനുസരിച്ച് ഇതിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളൊരു സ്പീക്കർ എടുത്തു കഴിഞ്ഞാൽ അതൊരു ബോക്സിനകത്തേക്ക് ആക്കുന്നു, അതിനകത്ത് ആംപ്ലിഫയറും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ആക്റ്റീവ് സ്പീക്കർ എന്ന് പറയാം. ഇനി ഇതേ സ്പീക്കർ തന്നെ നമ്മൾ ആംപ്ലിഫയർ ഒഴിവാക്കിയിട്ട് ഒരു ബോക്സിനകത്ത് ആക്കിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് പാസീവ് സ്പീക്കർ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ആക്റ്റീവ് സ്പീക്കറും പാസീവ് സ്പീക്കറും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വിഷയത്തെക്കുറിച്ച് അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.